നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. എന്താണ് ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളൊരു പ്രോഗ്രാം വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിലൂടെ നമുക്ക് എങ്ങനെ എന്തെല്ലാം ടാസ്കുകൾ അതിലൂടെ ചെയ്യാൻ സാധിക്കും, അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, ഇത് നമ്മളെപ്പോഴും ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സ് അഥവാ ഫ്ലോ ഓഫ് കൺട്രോൾ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് അതിനെ എപ്പോഴും വിളിക്കുന്ന പേര്. അപ്പോൾ ഇത് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാം കൂടുതൽ നല്ലതാണ് അല്ലെങ്കിൽ മറ്റേ പ്രോഗ്രാം ഇതിനേക്കാൾ നല്ലതാണ് എന്നിങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യം, ഈ കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് എത്ര തരത്തിൽ എങ്ങനെയൊക്കെ ഈ ഡാറ്റേനെ സീക്വൻഷ്യലായിട്ട്, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒന്നിടവിട്ടിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം വർക്ക് ചെയ്യിക്കുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ആ റിസൾട്ട് കിട്ടുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും, ടു ചേഞ്ച് ദ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ, എങ്ങനെയാണ് ആ പ്രോഗ്രാമിൻ്റെ ഗതിയെ തിരിച്ചുവിടേണ്ടത്, ഇതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് 4 തരത്തിലാണ് ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സ് വരുന്നത്. 1 ഇഫ്, പിന്നെ 2 സ്വിച്ച്, 3 ഫോർ, 4 വൈൽ, ഇങ്ങനെ 4 തരത്തിൽ നമ്മളതിനെ പഠിക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ ഇഫ് എന്താ നോക്കാം. ഇഫിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു നമ്പർ കൊടുക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് ഞാൻ എൻട്രി ചെയ്യുന്ന ഒരു നമ്പർ 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഇഫ് കണ്ടീഷനിലൂടെ നമ്മൾ വേറൊരു നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ആ നമ്പറിനേക്കാൾ വലുതാണോ ഞാൻ എൻ്റർ ചെയ്ത നമ്പർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എയും ബിയും ഉണ്ടെന്ന് വിചാരിക്കുക, എന്നിട്ട് എ ഗ്രേറ്റർ ദാൻ ബി ആണോ, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഇഫ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇഫ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണു, വി ആർ ഏബിൾ ടു ചെക്ക് ദ കണ്ടീഷൻ, നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാൻ സാധിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇഫ് മാത്രമാണ് ഉപയോഗിച്ചാൽ നമുക്ക് അവിടെ അതാണോ എന്നുള്ളത് മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ അതിനൊരു പോരായ്മയുണ്ട്. അതായത് അത് ആണെങ്കിൽ ഇത്, അല്ലെങ്കിൽ വേറൊന്ന് എന്ന് പറയാനായിട്ട് നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇഫ് എൽസ് ആണ്. അപ്പോൾ ഇഫിൽ നമ്മൾ കൊടുത്തു, ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ് എ ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ എ എന്ന് പറയുന്നത് ഞാൻ എൻ്റർ ചെയ്യുന്ന വാല്യൂ ആണെങ്കിൽ ആ വാല്യൂ 10നേക്കാൾ വലുതാണെങ്കിൽ അവിടെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ കൊടുക്കുകയാണ് പ്രിൻ്റ് ചെയ്യാനായിട്ട്, വലുതാണ് എന്നുള്ളത്. അല്ലെങ്കിൽ അപ്പോൾ എൽസിൽ പോയിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്യാണ് വലുതല്ല, സോ നോട്ട് ഗ്രേറ്റർ എന്ന് ഞാൻ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആ ഒരു പ്രോഗ്രാമിലൂടെ എന്താണോ നമ്മുടെ ആവശ്യം അതനുസരിച്ച് നമുക്ക് അതിനെ പ്രിൻ്റ് ചെയ്യിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇഫ് കണ്ടീഷനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എൽസ് വർക്കാവില്ല, ഇഫ് കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ എൽസ് വർക്കാവുന്നു. ഈ ഒരു രീതിയിൽ നമ്മളുടെ പ്രോഗ്രാമിനെ നമുക്ക് ഗതി തിരിച്ചുവിടാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് ഇഫിലൂടെ നടക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ എല്ലാത്തിലും സ്വിച്ചിൽ എന്താ നടക്കണേ, അതേപോലെ ഫോറിൽ, വൈൽ, ഇതെല്ലാം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് എന്ത്, ടു ചേഞ്ച് ദ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ, നമ്മളുടെ ആ പ്രോഗ്രാമിൻ്റെ ഗതി തിരിച്ചുവിടുന്നു. പ്രോഗ്രാമിലൂടെ നമുക്ക് എന്താണ് ലഭിക്കേണ്ടത് ആ രീതിയിൽ ആ പ്രോഗ്രാമിനെ നമ്മൾ എഴുതി അതിനനുസരിച്ച് അതിനെ മാറ്റുന്നു. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണോ ആ പ്രോഗ്രാമിനെ മാറ്റാനുള്ള ഫുൾ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ ഒരാൾ എഴുതിയ പോലെ ആയിരിക്കില്ല വേറൊരാൾ എഴുതുന്നത്, അതൊന്നും സാരമില്ല. ആര് എങ്ങനെ പ്രോഗ്രാമിനെ എഴുതിയാലും അത് വർക്ക് ചെയ്യിക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എല്ലാവർക്കും സെയിം ആണെങ്കിൽ അവർ ചെയ്ത രീതിയെല്ലാം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പകരം നമ്മുടെ ഔട്ട്പുട്ട് തെറ്റിപ്പോയാൽ അതിൻ്റെ അർത്ഥം ആ പ്രോഗ്രാം ചെയ്തതിൽ വന്ന തകരാറാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മൾ വ്യത്യാസം വരുത്തണം. അതായത് ആ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് ആ കുട്ടി മനസ്സിലാക്കിയ രീതി തെറ്റിപ്പോയി, അപ്പോൾ അത് മാറ്റി ആ കുട്ടി അത് പുതിയ രീതിയിലാക്കിയിട്ട് അതിനെ ആവിഷ്കരിച്ചാൽ മാത്രമേ ആ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടുള്ളൂ.